ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. വിഷ്ണുവിന്റെ അവതാരമൂർത്തികളിൽ ഉത്തരേന്ത്യയിൽ ശ്രീരാമനും ദക്ഷിണേന്ത്യയിൽ ശ്രീകൃഷ്ണനുമാണ് പ്രാധാന്യം കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ രാമക്ഷേത്രങ്ങൾ കുറവാണ് എന്ന് തന്നെ പറയാം. വടക്കൻ കേരളത്തിൽ തൃപ്രയാർ തേവരെ പോലെ പ്രധാനമാണ് തെക്കൻ കേരളത്തിലെ വെളിനല്ലൂർ ശ്രീരാമനും. നീ വരുന്നതും പാർത്ത് ഞാനിരുന്നിതു മുന്നം. അല്പം രൗദ്രഭാവത്തോടെ ഒഴുകുന്ന ഇത്തിക്കരയാർ, ആറ്റിന്റെ ഇരുകരകളിലുമായി വ്യാപിച്ചു കിടക്കുന്ന ശാന്തമായ ഗ്രാമം, ഐതിഹ്യങ്ങളിലെ ഇത്തിക്കര പക്കിയുടെ വിഹാരരംഗം. MC റോഡിൽ ഓയൂരിൽ നിന്നും പാരിപ്പള്ളിയിലേക്ക് നീളുന്ന പാതയിൽ സ്ഥിതി ചെയ്യുന്ന വെളിനല്ലൂർ ഗ്രാമം വലിയാംകുന്ന്, ഉഗ്രൻകുന്ന് എന്നിവ കാവൽ നിൽക്കുന്ന പ്രദേശമാണ്. കൊല്ലം ജില്ലയിൽ ഉൾപ്പെട്ട ഈ പ്രദേശത്താണ് പുരാതനവും പ്രസിദ്ധവുമായ വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം. തിടപ്പള്ളി, നമസ്കാര മണ്ഡപം, വലിയമ്പലം, നാലമ്പലം, ബലിക്കൽപുര, ആനപ്പന്തൽ എന്നിങ്ങനെ പ്രൗഢി വിളിച്ചോതുന്ന പ്രസിദ്ധവും പുരാതനവുമായ ഈ ക്ഷേത്രം പ്രാചീന കാലം മുതൽ ഇണ്ടളയപ്പൻ എന്ന ദേവനെ ആരാധിച്ചു വന്ന സ്ഥലമാണ്. ഒരിക്കൽ ഇവിടെ വന്ന ഒരു പരദേശി ബ്രാഹ്മണന് ഇവിടെ വച്ച് ശ്രീരാമ ദർശനം ഉണ്ടായി എന്നും അതിന്റെ ഫലമായാണ് ഇവിടെ ശ്രീരാമ പ്രതിഷ്ഠ നടത്തി ക്ഷേത്രം നിർമ്മിച്ചത് എന്നുമാണ് വിശ്വാസം. ജാതി സമ്പ്രദായവും അയിത്തവും കൊടുമ്പിരിക്കൊണ്ട കേരളം ഭ്രാന്താലയമെന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന പഴയ കാലങ്ങളിൽ പോലും സമൂഹത്തിന്റെ അടിത്തട്ടിലായിരുന്ന ജനവിഭാഗങ്ങൾക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നതാണ് ഇവിടത്തെ ഒരു സവിശേഷത. വേളോൻ സമുദായത്തിന്റെ നായ്വയ്പ്, പാണൻ സമുദായക്കാരുടെ ചെണ്ടകൊട്ടി അറിയിക്കൽ, പറയ സമുദായക്കാരുടെ കുട്ട, വട്ടി, മുറം സമർപ്പിക്കൽ, മുസ്ലിം സമുദായക്കാരുടെ മത്സ്യവിൽപ്പന, വേടർ സമുദായക്കാരുടെ പൊങ്കാല, കുറവ സമുദായക്കാരുടെ തലയാട്ടം കളി എന്നിവയെല്ലാം ഒരു കാലത്ത് ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് കിടന്നു. ഈ വാണിഭമേളയിൽ ശ്രദ്ധേയമായത് കാളച്ചന്തയാണ്. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന അനേകം കാളകളുടെ കൊടുക്കൽ വാങ്ങലാണിത്. വാണിഭ സ്ഥലത്തു നിന്നും മത്സ്യവും ചുണ്ണാമ്പും വാങ്ങുക എന്നത് ഒരു കാലത്ത് നേർച്ചയുടെ ഭാഗം തന്നെയായിരുന്നു. ആര്യ ആരാധനാ സമ്പ്രദായത്തിന്റെ ശക്തമായ പ്രതീകമാണ് ശ്രീരാമനെങ്കിലും ഗോത്ര ആരാധന സമ്പ്രദായത്തിന്റെ മുദ്രകൾ ഈ മഹാക്ഷേത്ര സംസ്കാരവുമായി ലയിച്ചു കിടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്ഷേത്രത്തിലേക്ക് പോകും വഴി ഹനുമാൻ ക്ഷേത്രം കാണാം. മാടൻ തമ്പുരാൻ, വാതിൽക്കൽ ഞാലി, കൊച്ചുമൂർത്തി എന്നിവരുടെ ആരാധനാസ്ഥാനങ്ങൾ സാധൂകരിക്കുന്നത് ഈ നിഗമനത്തെയാണ്. മീനമാസത്തിലെ രോഹിണിക്ക് ആരംഭിക്കുന്ന ഉത്സവത്തിന്റെ 7ാം ദിനം നായ്വയ്പ് എന്ന ചടങ്ങാണ്. അഷ്ടമി രോഹിണിയും നവരാത്രിയും ശിവരാത്രിയുമെല്ലാം ഈ ക്ഷേത്ര സന്നിധിയിലെ ആഘോഷങ്ങളാണ്. കുംഭമാസത്തിലെ തിരുവാതിരയ്ക്ക് ആറാട്ടായി വരുന്ന രീതിയിൽ 10 ദിവസത്തിന് മുന്നേ കൊടിയേറി ഉത്സവം ആരംഭിക്കുന്നു. ഉഗ്രൻകുന്ന്, കാളവയൽ, പകൽക്കുറി, കരിങ്ങന്നൂർ, ഓയൂർ എന്നീ കരക്കാരാണ് ഉത്സവത്തിലെ പ്രധാന പങ്കാളികൾ. ശ്രീരാമസ്വാമിക്ക് പാൽപായസവും ഹനുമാന് വടമാലയും നിവേദ്യമായി നൽകുന്നു. വാതിൽക്കൽ ഞാരിയുടെ സന്നിധിയിൽ കുട്ടികളുടെ രോഗശമനത്തിനായി വളയും പാവയും തൊട്ടിലും എല്ലാം സമർപ്പിക്കുന്ന സമ്പ്രദായം പ്രാചീന കാലം മുതൽ നടന്നുവരുന്നു. കൊച്ചുമൂർത്തിക്ക് വെറ്റിലപ്പാക്ക് നിവേദ്യമാകുന്നു. അനേകം വ്യതിരിക്തമായ ചടങ്ങുകളോടെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഈ മഹാക്ഷേത്രവും അതിന്റെ പരിസരവും അതുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളും വിശദമായ പഠനത്തിന് വിധേയമാക്കിയാൽ പ്രാചീന കേരളത്തിന്റെ സംസ്കാരവും ജീവിത രീതിയുമെല്ലാം കൂടുതൽ വ്യക്തമാകും എന്നതിൽ സംശയമില്ല. ചരിത്രവും ഐതിഹ്യവും തൽക്കാലം പിന്മാറട്ടെ. ആത്മീയ സൗരഭം നുകർന്ന് ഈ പ്രദക്ഷിണ വഴിയിലൂടെ നടന്ന് നമുക്ക് പിന്മാറാം. ഇത്തിക്കരയാർ അതിന്റെ രാമനാമജപം അവിരാമം തുടർന്നുകൊണ്ടേയിരിക്കട്ടെ.